ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന കലണ്ടറിന്റെ പിന്നിലെ കഥ അറിയുമോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജൂലിയസ് സീസർ അവതരിപ്പിച്ച ജൂലിയൻ കലണ്ടറാണ് ആളുകൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതിലൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഒരു വർഷത്തിന്റെ ലെങ്ത് റിയൽ സോളാർ ഇയറിനെ വെച്ച് നോക്കുമ്പോൾ 11 മിനിറ്റിന്റെ എറർ ഉണ്ടായിരുന്നു. ഈ ചെറിയ എറർ കൂടി സീസണും കലണ്ടറും തമ്മിൽ ഏകദേശം 10 ദിവസം വരെ വ്യത്യാസമുണ്ടായി. 1582 ആയപ്പോഴേക്കും ഈസ്റ്റർ പോലുള്ള ക്രിസ്ത്യൻ ഫെസ്റ്റിവൽസിന്റെ ഡേറ്റ് കൃത്യമായി കണ്ടെത്തുന്നതിന് വളരെ പ്രശ്നമായി. അങ്ങനെയാണ് പോപ്പ് ഗ്രിഗോറി 13 സയന്റിഫിക് നിരീക്ഷണങ്ങൾ ഉപയോഗിച്ച് ഗ്രിഗോറിയൻ കലണ്ടർ അവതരിപ്പിച്ചത്. ആദ്യം ചില രാജ്യങ്ങൾ ഈ മാറ്റത്തെ എതിർത്തെങ്കിലും പിന്നീട് ലോകം മുഴുവനും ഇത് സ്പ്രെഡായി. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം മാസങ്ങളുടെ പേരാണ്. ജനുവരി ബിഗിനിങ്സിന്റെ റോമൻ ദൈവമായ ജാനസിന്റെ പേരിലും, മാർച്ച് യുദ്ധദേവനായ മാർസിൽ നിന്നും, ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ജൂലിയസ് സീസർ എംപറർ അഗസ്റ്റസിന്റെ ഓർമ്മയ്ക്കും. ഇനി ഇതിലെ യഥാർത്ഥ ട്വിസ്റ്റ് ശ്രദ്ധിച്ചോ. ലാറ്റിൻ ഭാഷയിൽ സെപ്റ്റംബർ എന്നാൽ 7, ഒക്ടോബർ എന്നാൽ 8, നവംബർ എന്നാൽ 9, ഡിസംബർ എന്നാൽ 10 എന്നാണ് അർത്ഥം. പക്ഷേ ഇപ്പോൾ അവർ 9 മുതൽ 12 വരെയാണ്. കാരണം വർഷത്തിന്റെ തുടക്കത്തിൽ ജനുവരിയും ഫെബ്രുവരിയും കൂട്ടിച്ചേർത്തപ്പോൾ മാസങ്ങളുടെ ഓർഡർ മാറി, പക്ഷേ പഴയ പേരുകൾ മാറിയിട്ടില്ല. ഇന്ന് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നത് ഈ ഗ്രിഗോറിയൻ കലണ്ടർ തന്നെയാണ്.